ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെറിയൊരു കഥയാണ്. കഥയുടെ പേര് ദ ലേസി ജിം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, വിയയും നേഹയും കുറേ നാളായി വ്യായാമം തുടങ്ങണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഏതാണെന്ന് നോക്കാം. അപ്പം ഇവിടെ കുറേ നാളായി എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ലോങ് ടൈം. വ്യായാമം എന്ന് വെച്ചാൽ എന്താ? എക്സസൈസ്. അപ്പം തുടങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങുക, സ്റ്റാർട്ട്. അപ്പം ചിന്തിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? തിങ്ക്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വിയയും നേഹയും കുറേ നാളായി വ്യായാമം തുടങ്ങണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വിയ ആൻഡ് നേഹ ഹാവ് ബീൻ. നമ്മളിവിടെ ഹാവ് ബീൻ യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയാം. കാര്യം ഇവിടെ പറയുന്നുണ്ട് കുറേ നാളായി വ്യായാമം തുടങ്ങണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പം കുറേ നാളായിട്ടും ചിന്തിക്കുകയാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് ഇപ്പോഴും അവരുടെ ഒരു ആഗ്രഹമാണ് അതിന് ചേരണമെന്ന്. അപ്പം പണ്ട് തൊട്ടുള്ള ആഗ്രഹം തുടങ്ങി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഹാവ് ബീൻ യൂസ് ചെയ്തത്. പിന്നെ ഇവിടെ ഹാവ് യൂസ് ചെയ്യാൻ കാരണം എന്താ? നമ്മളിവിടെ എന്താ ഹാസ് യൂസ് ചെയ്യാൻ? കാര്യം ഇവിടെ 2 പേഴ്സൺസ് ഉണ്ട്, വിയ ആൻഡ് നേഹ. 2 പേഴ്സൺസ് ഉണ്ടായിട്ടാണ് നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഹാസ് യൂസ് ചെയ്യാമായിരുന്നു ഒരാളാണെങ്കിൽ. അപ്പം ഓർക്കുക, നമ്മൾ ഹാവ് ബീൻ യൂസ് ചെയ്ത് എന്താണെന്നും പറഞ്ഞു, ഹാവ് എന്താ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എങ്ങനെ എഴുതിയ? വിയ ആൻഡ് നേഹ ഹാവ് ബീൻ. അപ്പം പിന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് തിങ്കിങ് എന്നാണ്. ഇവിടെ പറയുന്നുണ്ട് ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്ന്. അപ്പം നമ്മൾ തിങ്കിൻ്റെ കൂടെ ING യൂസ് ചെയ്യുന്നു. തിങ്ക് എന്ന് പറഞ്ഞൊരു വെർബാണ്. അപ്പം ആ തിങ്കിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തിട്ട് തിങ്കിങ് എന്നാക്കി. തിങ്കിങ് എബൌട്ട് എന്തിനെ പറ്റിയാ? തിങ്കിങ് എബൌട്ട് സ്റ്റാർട്ടിങ്, തുടങ്ങുക. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ചിന്തിക്കുകയായിരുന്നല്ലേ പറയണേ. അപ്പം തിങ്കിങ് എബൌട്ട് സ്റ്റാർട്ടിങ്. അപ്പം നിങ്ങൾക്ക് കാണുന്നില്ലാന്ന് തോന്നുന്നു, ജസ്റ്റ് ഞാൻ കാണുന്ന രീതിയിൽ വെക്കാം. ഓക്കെ, തിങ്കിങ് എബൌട്ട് സ്റ്റാർട്ടിങ് ടു എക്സസൈസ്. തിങ്കിങ് എബൌട്ട് സ്റ്റാർട്ടിങ് ടു എക്സസൈസ് ഫോർ എ ലോങ് ടൈം. കുറേ നാളായിട്ട് അവർ ചിന്തിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നിച്ച് പറഞ്ഞ് നോക്കാം. അപ്പം എങ്ങനെയാണ് നമുക്ക് ഒന്നിച്ച് പറയാം? എങ്ങനെയാ? വിയ ആൻഡ് നേഹ ഹാവ് ബീൻ തിങ്കിങ് എബൌട്ട് സ്റ്റാർട്ടിങ് ടു എക്സസൈസ് ഫോർ എ ലോങ് ടൈം. അപ്പം വിയയും നേഹയും കുറേ നാളായി വ്യായാമം തുടങ്ങണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. Via and Neha have been thinking about starting to exercise for a long time. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ ഇന്ന് ജിമ്മിൽ ചേർന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവർ, ഡേ, ഇന്ന്, ടുഡേ. ചേരുക എന്ന് വെച്ചാൽ എന്താ? ജോയിൻ. ഇവിടെ ചേർന്നു എന്നാണ്. അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, നമുക്ക് മനസ്സിലായി, ചേർന്നു. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ ഇന്ന് ജിമ്മിൽ ചേർന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അവർ എന്ന് വെച്ചാൽ ദേ. അപ്പം ചേരുക എന്ന് പറഞ്ഞാൽ എന്താ? ജോയിൻ. അപ്പം ഇവിടെ ചേർന്നു എന്നാണ്, അതുകൊണ്ട് നമ്മൾ ED ചേർത്ത് ജോയിനെ പാസ്റ്റ് ഫോം ആക്കും, ജോയിൻഡ് എന്നാക്കും. ജോയിൻഡ്. അപ്പം ദേ ജോയിൻഡ് ദ ജിം. അപ്പം നമ്മൾ ജിം എന്ന് എഴുതി. പിന്നെ എന്ന ചേർന്ന് ഇന്ന്. ദേ ജോയിൻ ദ ജിം ടുഡേ എന്ന് വെച്ചാൽ ഇന്ന്. ദേ ജോയിൻ ദ ജിം ടുഡേ. അവർ ഇന്ന് ജിമ്മിൽ ചേർന്നു. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. ദേ ജോയിൻ ദ ജിം ടുഡേ. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തി എഴുതിയത്? ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. നമ്മൾ ഈ ജോയിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി ED യൂസ് ചെയ്തിട്ട് ജോയിൻഡ് എന്നാക്കി. അപ്പോൾ ഒരു പാസ്റ്റ് ഫോം ആയി. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആണ് സബ്ജക്റ്റ്. ഞാൻ ചെറുതായിട്ട് എഴുതാം. സബ്ജക്റ്റ് ദേ ആണ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ ജോയിൻഡ് ആണ് വെർബ്. പിന്നെന്താ അപ്പം വേറെ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ആകെ ഒരു ചേഞ്ചസേ വരുത്തിയിട്ടുള്ളൂ. ജോയിനെ നമ്മൾ ജോയിൻഡ് ആക്കി, വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതി? അവർ ഇന്ന് ജിമ്മിൽ ചേർന്നു. ദേ ജോയിൻ ദ ജിം ടുഡേ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ട്രെയിനർ അവരോട് 10 പുഷപ്പുകൾ ചെയ്യാൻ പറഞ്ഞു.
നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം അവരോട്, അപ്പോൾ അവർ എന്ന് വെച്ചാൽ എന്താ, ദേ. ഇത് അവരോടെന്ന് പറയുമ്പോൾ നമുക്ക് ദം യൂസ് ചെയ്യാം. പിന്നെ എന്താ, ചെയ്യാൻ പറഞ്ഞു. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ, ടെൽ. അപ്പം ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പം നമുക്ക് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ പറയാം കഴിഞ്ഞു പോയ കാര്യമാണ്, ഓൾറെഡി അവർ ജോയിൻ ചെയ്തു, പിന്നെ ട്രെയിനർ പറഞ്ഞു, അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ട്രെയിനർ അവരോട് 10 പുഷപ്പുകൾ ചെയ്യാൻ പറഞ്ഞു. അപ്പം നമുക്ക് എഴുതാം, ദ ട്രെയിനർ. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ, ടെൽ. അപ്പം ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ടെല്ലിൻ്റെ പാസ്റ്റ് ഫോം എന്താ, ടോൾഡ്. ദ ട്രെയിനർ ടോൾഡ്. എന്താണ് പറഞ്ഞത്, അവരോട് പറഞ്ഞു. അപ്പോൾ അവരോട് എന്ന് പറയുന്നത് നമ്മൾ ദം യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞു അവർ എന്നാണെങ്കിൽ നമുക്ക് ദേ യൂസ് ചെയ്യാമായിരുന്നു. ഇത് അവരോടെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ദ ട്രെയിനർ ടോൾഡ് ദം ആക്കി നമ്മൾ. ദം ടു ഡു 10 പുഷപ്സ്. 10 പുഷപ്സ്. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്, ദ ട്രെയിനർ ടോൾഡ് ദം ടു ഡു 10 പുഷപ്സ്. ട്രെയിനർ അവരോട് 10 പുഷപ്പുകൾ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഒന്നിച്ച് പറയാം, ദ ട്രെയിനർ ടോൾഡ് ദം ടു ഡു 10 പുഷപ്സ്. ദ ട്രെയിനർ ടോൾഡ് ദം ടു ഡു 10 പുഷപ്സ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത്, ഒരു പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. നമ്മൾ ടെല്ലിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി ടോൾഡ് ആക്കി. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ട്രെയിനർ ആണ് സബ്ജക്റ്റ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ ടോൾഡ് ആണ് വെർബ്. ഇത് ജസ്റ്റ് ഞാൻ സബ്ജക്റ്റും വെർബും പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് അവർക്ക് വളരെ എളുപ്പമാണെന്ന് അവർ പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദേ സെയ്ഡ്. അപ്പം അവർ പറഞ്ഞു. പറയുക എന്ന് വെച്ചാൽ എന്താ, സേ. ഇവിടെ പറഞ്ഞു എന്നാണ് ഞാൻ സേയുടെ പാസ്റ്റ് ഫോം സെയ്ഡ് എഴുതി. ദേ സെയ്ഡ്. എന്താണ് അവർ പറഞ്ഞത്, ദേ സെയ്ഡ് ഒരു കോമ ഇട്ടു. ദിസ് വാസ് വെരി ഈസി. വളരെ എളുപ്പം. ദിസ് വെരി ഈസി എന്ന് വെച്ചാൽ വളരെ എളുപ്പം. ദിസ് വാസ് വെരി ഈസി ഫോർ ദം. അവർക്ക് വളരെ എളുപ്പമാണെന്ന്, ഇത് അവർക്ക് വളരെ എളുപ്പമാണെന്ന് അവർ പറഞ്ഞു. ദേ സെയ്ഡ് ദിസ് വാസ് വെരി ഈസി ഫോർ ദം. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മൾ എന്തുകൊണ്ട് സെയ്ഡ് യൂസ് ചെയ്തു, നമ്മൾ എന്തുകൊണ്ടാണ് ടോൾഡ് യൂസ് ചെയ്യാഞ്ഞത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എനിക്കൊന്ന് തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ് നമ്മൾ ടോൾഡ് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പം അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ട്രെയിനർ അവരോട് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു സ്പെസിഫൈ ചെയ്ത ഒരാളെ നമ്മൾ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് ടോൾഡ് അല്ലെങ്കിൽ ടെൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നില്ല, ഇത് അവർക്ക് വളരെ എളുപ്പമാണെന്ന് അവർ പറഞ്ഞു. ജസ്റ്റ് ഇതിലങ്ങനെ ഒരു മെൻഷൻ ചെയ്യുന്നില്ല, ഒരു സ്പെസിഫിക് ആളാണ് ഇത് എന്ന് പറയുന്നില്ല. അപ്പം ഇത് ജസ്റ്റ് അവരുടെ ഒരു കാര്യം പറയാണ്, ഇത് അവർക്ക് വളരെ എളുപ്പമാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സെയ്ഡ് യൂസ് ചെയ്തത്. അപ്പം അങ്ങനെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമുക്ക് എവിടെ ടെൽ ആൻഡ് സേ യൂസ് ചെയ്യാം. അപ്പം അത് ഓർത്ത് വെച്ചിക്കോ. ദേ സെയ്ഡ് ദിസ് വാസ് വെരി ഈസി ഫോർ ദം. ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ചെറുതായിട്ട് എഴുതാം. ദേ സബ്ജക്റ്റും സെയ്ഡ് എന്ന് പറയുന്നതാണ് വെർബ്. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ദേ സെയ്ഡ് ദിസ് വാസ് വെരി ഈസി ഫോർ ദം. ദേ സെയ്ഡ് ദിസ് വാസ് വെരി ഈസി ഫോർ ദം. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, 2 പുഷപ്സ് ചെയ്തപ്പോഴേക്കും അവർ താഴെ വീണു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദേ ഫെൽ ഡൗൺ. ഈ ഫെൽ എന്ന് പറയുന്നത് ഫാളുടെ പാസ്റ്റ് ഫോമാണ് ഫെൽ. They fell down after doing just 2 push-ups. നമുക്ക് ഒന്നും കൂടി ഒന്നിച്ച് പറയാം. They fell down after doing just 2 push-ups. അപ്പോൾ നമ്മളിവിടെ എന്ത് ചേഞ്ച് വരുത്തിയിട്ടാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ വരുത്താൻ വേണ്ടി എങ്ങനെയാണ് ചേഞ്ച് വരുത്തിയത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ഫെൽ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഫെൽ എന്ന് പറയുന്നത് ഫാളിൻ്റെ പാസ്റ്റ് ഫോമാണ്. അപ്പം നമുക്ക് ഫാളിന് 3 ഫോംസ് ഉണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ആദ്യമേ അത് എഴുതാം. ഫാൾ, ഫെൽ, ഫാളൻ. 3 ഫോംസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ഫോമാണ്. ഫാളിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത് ഫെൽ. അപ്പം ഫാൾ, ഫെൽ, ഫാളൻ എന്നാണ്. അപ്പം
നമ്മളിവിടെ എഴുതിയത് സെക്കൻഡ് ഫോം. അപ്പോൾ ദേ ഫെൽ ഡൗൺ ആഫ്റ്റർ ഡൂയിങ് ജസ്റ്റ് 2 പുഷപ്സ്. അപ്പം നമ്മൾ ഓർത്തിച്ചേക്കുക, നമ്മൾ ഫാളിനെ ഫെല്ലാക്കി മാറ്റിയിട്ട് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ നമ്മൾ എഴുതിയത്. ഈ ഒരു ചേഞ്ചാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്, വേറെ ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം പിന്നെന്താ, പിന്നെ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ദേ ഫെൽ ഡൗൺ ആഫ്റ്റർ ഡൂയിങ് ജസ്റ്റ് 2 പുഷപ്സ്. പിന്നെ നമ്മളിവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഫെൽ എന്ന് പറയുന്നത് വെർബാണ്. അപ്പം 2 പുഷപ്പ് ചെയ്തപ്പോഴേക്കും അവർ താഴെ വീണു. ദേ ഫെൽ ഡൗൺ ആഫ്റ്റർ ഡൂയിങ് ജസ്റ്റ് 2 പുഷപ്സ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പിന്നീട് അവർ സ്ക്വാട്സ് ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പിന്നീട് എന്ന് വെച്ചാൽ ലേറ്റർ. അവർ ദേ. സ്ക്വാട്സ് എന്ന് വെച്ചാൽ ഒരു എക്സസൈസ് ആണ്. കാര്യം നമ്മൾ അതിൻ്റെ സ്റ്റോറിയാണ് പഠിക്കുന്നത്. അപ്പം സ്ക്വാട്സ് എക്സസൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയത്. ചെയ്യാൻ ശ്രമിച്ചു. ശ്രമിക്കുക എന്ന് വെച്ചാൽ എന്താ, ട്രൈ. അപ്പോൾ ഇവിടെ ശ്രമിച്ചു എന്നാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. കാര്യം നിങ്ങൾക്ക് ഈ ഒരു ശ്രമിച്ചു എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി കാണും. അപ്പം നമ്മൾ എങ്ങനെ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് എഴുതാൻ നോക്കാം. പിന്നീട് അവർ സ്ക്വാട്സ് ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? ലേറ്റർ പിന്നീട്. അവർ എന്നുള്ളത് ദേ എന്ന് നമ്മൾ എഴുതി. ലേറ്റർ ദേ. അപ്പം ശ്രമിക്കുക എന്ന് വെച്ചാൽ എന്താ, ട്രൈ. അപ്പം നമ്മളിവിടെ ട്രൈനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ട് ട്രൈഡ് എന്ന് എഴുതും. TRIED. TRY ആണ് പ്രസൻറ്റ് ഫോം. നമ്മളതിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി ട്രൈഡ് എന്ന് എഴുതി. ലേറ്റർ ദേ ട്രൈഡ് ടു ഡു സ്ക്വാട്സ്. SQUATS. അപ്പം എന്താ നമ്മൾ എഴുതിയത്? ലേറ്റർ ദേ ട്രൈഡ് ടു ഡു സ്ക്വാട്സ്. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. ലേറ്റർ ദേ ട്രൈഡ് ടു ഡു സ്ക്വാട്സ്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തി ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതിയത്, എവിടെയൊക്കെ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മൾ ആകെ ചേഞ്ച് വരുത്തിയിരിക്കണേ ഇവിടെ മാത്രമേ ഉള്ളൂ. ട്രൈയാണ് നമ്മൾ ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോഴത്തേന് ഈ ഫുൾ സെൻറ്റൻസ് മാറി, കഴിഞ്ഞു പോയൊരു കാര്യമായി. അപ്പം വേറെ ഒന്നും ഇവിടെ ചേഞ്ച് വരുത്തിയിട്ടില്ല. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, വെർബ് എന്താന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആണ് സബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രൈഡ് ആണ് വെർബ്. ഞാൻ സബ്ജക്റ്റിന് വെർബ് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. ബാക്കി അല്ലാതെ നമുക്ക് എപ്പോൾ സബ്ജക്റ്റിന് വെർബ് നോക്കിയിട്ട് പറയാനൊന്നും പറ്റില്ല. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ, ആരെങ്കിലും ചോദിച്ചാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണം. അപ്പം എങ്ങനെ നമുക്ക് ഒന്നുകൂടെ പറയാം. പിന്നീട് അവർ സ്ക്വാട്സ് ചെയ്യാൻ ശ്രമിച്ചു. ലേറ്റർ ദേ ട്രൈ ടു ഡു സ്ക്വാട്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. വെറും 3 സ്ക്വാട്സ് ചെയ്തതിന് ശേഷം അവർ ക്ഷീണിച്ച് ഇരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലിരുന്ന് നോക്കാം. ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇവിടെ സ്ക്വാട്സ് എന്ന് വെച്ചാൽ ഒരു എക്സസൈസാണ്. നമ്മൾ അതിൻ്റെ ഒരു കഥയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ എഴുതിയത്. വേറെ എന്താ ഇതിൽ പറയാനുള്ളത്? അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. വെറും 3 സ്ക്വാട്സ് ചെയ്തതിന് ശേഷം അവർ ക്ഷീണിച്ചിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആഫ്റ്റർ ജസ്റ്റ് 3 സ്ക്വാട്സ്. അവർ എന്നുള്ളത് നമ്മൾ ദേ യൂസ് ചെയ്തു. അപ്പം ദേ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ദേ കഴിഞ്ഞ് എന്താ ചേർക്കാൻ പോകുന്നത്? ഓൾറെഡി ഇത് അറിയാം, നമുക്ക് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. കഴിഞ്ഞു പോയ കാര്യത്തിന് ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. ഈസിനെ നമ്മൾ വാസാക്കിയിട്ടാണ് നമ്മൾ കൂടുതലും പാസ്റ്റ് ടെൻസിൽ എഴുതുന്നത്. കാര്യം എന്താ, ഈസ് ഒരു പ്രസൻറ്റ് ഫോം, ഈസിനെ വാസാക്കി. അപ്പം ഈ ഈസും വാസൊക്കെ വരുന്നത് സിംഗുലാർ സബ്ജക്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ ദേ എന്ന് പറയുന്നൊരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ വിചാരിക്കും നമുക്കിവിടെ എന്താ വാസ് എഴുതാൻ പറ്റില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഇപ്പം കൂടുതൽ പേർക്കും അറിയാമായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇപ്പം ദേയുടെ കൂടെ നമുക്ക് വാസ് എഴുതാൻ ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മൾ വേറാണ് എഴുതുന്നത്. അപ്പം കാര്യം നമ്മൾ പ്രസൻറ്റ് ഫോമിലാണെങ്കിൽ എഴുതും ദേയുടെ കൂടെ. അപ്പം ഇവിടെ പാസ്റ്റ് ഫോമായിട്ട് നമ്മൾ ആറിനെ മാറ്റി നമ്മൾ ആറിനെ കൺവേർട്ട് ചെയ്ത് വേറാക്കും. എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. ഇപ്പോൾ ഈസ് എന്ന് പറയുന്ന പ്രസൻറ്റ് അല്ലേ, ഈസിനെ നമ്മൾ വാസാക്കും. അതുപോലെ തന്നെ ആറിനെ നമ്മൾ വേറാക്കും. അപ്പോൾ ആ ഒരു ചേഞ്ചേ ഉള്ളൂ ഇവിടെ. ദേ വേർ. ആഫ്റ്റർ ജസ്റ്റ് 3 സ്ക്വാട്സ് ദേ വേർ എക്സ്ഹോസ്റ്റഡ്. EXHAUSTED. അപ്പം എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, തളർന്നു പോവുക, ക്ഷീണിച്ച് പോവുക. അപ്പോൾ അതാണ് എക്സ്ഹോസ്റ്റഡ്. സ്പെല്ലിംഗ് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. EXHAUSTED.
അപ്പം ആഫ്റ്റർ ജസ്റ്റ് 3 സ്കോട്ട്സ് ദേ വെയർ എക്സോസ്റ്റഡ്. പിന്നെ എന്താ എഴുതാൻ പോകുന്നത്? ആൻഡ്. അപ്പം ഇരുന്നു. അപ്പം ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. അപ്പം നമ്മൾ സിറ്റിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. സിറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താ? സാറ്റ് ഡൗൺ. അപ്പം എന്തുകൊണ്ട് പാസ്റ്റ് ഫോം എഴുതി? ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിറ്റിനെയും ഇവിടെ പാസ്റ്റ് ഫോം ആക്കിയത്. അപ്പം എന്തൊക്കെ ചേഞ്ചസാണ് നമ്മളിവിടെ വരുത്തിയത്? നമ്മൾ വരുത്തിയ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ഹോസ്റ്റഡ് എന്ന് പറയുന്നത് എന്താ? ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം ഇതിൻ്റെ പ്രസൻറ്റ് ഫോമാണ് എക്സ്ഹോസ്റ്റ്. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മളിവിടെ വരുത്തി. പിന്നെ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെയർ. അപ്പോൾ വെയറിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? ആർ. അപ്പോൾ ആറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെയർ ആക്കി. പിന്നെ എക്സ്ഹോസ്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എക്സ്ഹോസ്റ്റഡ് ആക്കി. പിന്നെ സിറ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് സാറ്റ്. അപ്പം ഇത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വന്നിരിക്കണം നമുക്ക് പറയാം. വെറും 3 സ്കോട്ട്സ് ചെയ്തതിന് ശേഷം അവർ ക്ഷീണിച്ചിരുന്നു. ആഫ്റ്റർ ജസ്റ്റ് 3 സ്കോട്ട്സ് ദേ വെയർ എക്സോസ്റ്റഡ് ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് ഒന്നികൂടെ പറയാം. ആഫ്റ്റർ ജസ്റ്റ് 3 സ്കോട്ട്സ് ദേ വെയർ എക്സോസ്റ്റഡ് ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, പിന്നീട് അവർ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം പിന്നീട്, ലേറ്റർ. അവർ, ദേ. അടുക്കള, കിച്ചൺ. പോയി. അപ്പോൾ പോകാമെന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം ഇവിടെ പോയി എന്നാണ്. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോം എഴുതണം. ഭക്ഷണം എന്ന് വെച്ചാൽ എന്താ? ഫുഡ്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുക. ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് പറയുക? കുക്ക്. കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ്. അപ്പോൾ ഇവിടെ കഴിച്ചു എന്നാണ്. അപ്പം നമ്മൾ ഈറ്റിനെയും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. അപ്പം എങ്ങനെ എഴുതാം? പിന്നീട് അവർ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ലേറ്റർ പിന്നീട്, ലേറ്റർ ഡേ, അവർ. അപ്പം പോയി എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് പറയുക? പോകുക എന്ന് വെച്ചാൽ ഗോ. ഇവിടെ പോയി എന്നാണ്. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോം എഴുതണം. അപ്പം ഗോയ്ക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മളിവിടെ ഗോയുടെ സെക്കൻഡ് ഫോമാണ് എഴുതുന്നത്. വെൻറ്റ്. തേർഡ് ഫോം ഗോൺ ആണ്. അപ്പം നമ്മൾ എഴുതുന്നത് തേർഡ് ഫോം അല്ല, സെക്കൻഡ് ഫോമാണ്. ദേ വെൻറ്റ്. എങ്ങോട്ടാണ് പോയത്? ദേ വെൻറ്റ് ടു ദ കിച്ചൺ. കുക്ക്ഡ്. COOKED. കുക്ക് എന്ന് വെച്ചാൽ എന്താ? കുക്ക് പ്രസൻറ്റ് ഫോമാണ്. ഇത് കുക്കിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. കുക്ക്ഡ്. കുക്ക്ഡ് ഫുഡ്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. ആൻഡ് കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ്. അപ്പം നമ്മളിവിടെ ഈറ്റിനെയും പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോകുന്നത്. ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഈറ്റിനും 3 ഫോംസ് ഉണ്ട്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം നമ്മളിവിടെ ഈറ്റിനും സെക്കൻഡ് ഫോമാണ് എഴുതുന്നത്. ആൻഡ് ഏറ്റ്. അപ്പോൾ ഈറ്റ്, ഏറ്റ്, ഈറ്റൻ എന്നാണ്. അപ്പം നമ്മൾ തേർഡ് ഫോം അല്ല എഴുതുന്നത്, സെക്കൻഡ് ഫോമാണ് എഴുതുന്നത്. സെക്കൻഡ് ഫോം എന്ന് വെച്ചാൽ എന്താ? ഏറ്റ്. അപ്പോൾ ഏറ്റ്, ഈറ്റ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ലേറ്റർ ദേ വെൻറ്റ് ടു ദ കിച്ചൺ, കുക്ക്ഡ് ഫുഡ് ആൻഡ് ഏറ്റ് ഇറ്റ്. പിന്നീട് അവർ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്ത് ചേഞ്ച് വരുത്തിയാണ് എഴുതിയത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ വെൻറ്റിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? ഗോ. അപ്പം നമ്മൾ ഗോയെ പാസ്റ്റ് ഫോം ആക്കി വെൻറ്റ് എഴുതി. പിന്നെ നമ്മൾ കുക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. നമ്മൾ കുക്കിനെ കുക്ക്ഡ് ഈഡ് യൂസ് ചെയ്തിട്ട് കുക്കിനെയും പാസ്റ്റ് ഫോമിലോട്ടാക്കി. പിന്നെ നമ്മൾ ഈറ്റ്, ഇവിടെ ഏറ്റ് എന്ന് തന്നെ ഇരിക്കണം. ഈറ്റിനെയും നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഈറ്റിൻ്റെ സെക്കൻഡ് ഫോം ഈറ്റ്, ഏറ്റ്, ഈറ്റ് എന്നാണ്. അപ്പോൾ സെക്കൻഡ് ഫോം ഏറ്റാണ് എഴുതിയത്. അതുപോലെ ഗോ, വെൻറ്റ്, ഗോൺ. ഗോയും സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. അവർ പറഞ്ഞു, ഞങ്ങൾ വളരെ ഫിറ്റാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രം. അപ്പം ഇതാണ് ഈ സ്റ്റോറിയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആദ്യം തൊട്ട് കണ്ടവർക്ക് മനസ്സിലായി കാണും എന്താ ഇതിലിങ്ങനെ പറയണേന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ പറഞ്ഞു, അവർ, ദേ. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ നമ്മളിവിടെ സേയുടെ പാസ്റ്റ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. സേയുടെ പാസ്റ്റ് ഫോം സെയ്ഡ്. ഞങ്ങൾ വളരെ, ഞങ്ങൾ എന്ന് വെച്ചാൽ എന്താ? വി ആർ. വളരെക്ക് നമ്മൾ വെരി എന്ന് പറയാം. വി ആർ വെരി ഫിറ്റ്. ഞങ്ങൾ വളരെ ഫിറ്റാണ്. പക്ഷേ എന്താ? പക്ഷേ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിന്ന് മാത്രം. ഓൺലി ഇൻ ടേംസ് ഓഫ് ഫുഡ്. അപ്പം
ഓൺലി ഇൻ ടേംസ് ഓഫ് ഫുഡ്. അപ്പോൾ ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ഇംഗ്ലീഷ് എഴുതാം, പക്ഷെ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഓൺലി ഇൻ ടേംസ് ഓഫ് ഫുഡ് എന്നാണ് എഴുതിയത്. അപ്പം എന്താ നമ്മൾ പഠിച്ചത്, അവർ പറഞ്ഞു ഞങ്ങൾ വളരെ ഫിറ്റാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന് മാത്രം. ദേ സേഡ് വി ആർ വെരി ഫിറ്റ് ഓൺലി ഇൻ ടേംസ് ഓഫ് ഫുഡ്. നമുക്ക് ഒന്നിച്ച് പറയാം, ദേ സേഡ് വി ആർ വെരി ഫിറ്റ് ഓൺലി ഇൻ ടേംസ് ഓഫ് ഫുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.